പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ഒരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മനോഹരമായ ഒരു സുദിനം ഈ ഈവനിങ് ഈ ഒരു സായാഹ്നം നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. എൻ്റെ ഒരു ടീച്ചിങ് ലൈഫിൽ ഒരുപാട് വർഷങ്ങളിൽ ഒത്തിരി വിദ്യാർത്ഥികളെ വിവിധങ്ങളായ കരിയർ മേഖലയിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ശാസ്ത്രോത്സവങ്ങളിലും കലോത്സവങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഒരു ആശയങ്ങൾ ഉൾക്കൊള്ളിപ്പിക്കുകയും അങ്ങനെ ശാസ്ത്രമേഖലകളിൽ അവരെ അവസരം ഒരുക്കി കഴിഞ്ഞാൽ ഒത്തിരി മേഖലയിലൊക്കെ അവർക്ക് ഭാവിയിൽ എത്താൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഒത്തിരി പേരെ പിന്നാലെ കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു പതിവുണ്ട്. പക്ഷേ കൊറോണ സമയത്ത് ഇതൊക്കെ നിന്നു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ശാസ്ത്രമേള വന്നപ്പോൾ ഈ വർഷം ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങളെ ഫാത്തിമ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 വിദ്യാർത്ഥികളെയാണ് ഈ വർക്കിംഗ് മോഡലിന് സെലക്ട് ചെയ്തത്. അതോടൊപ്പം സ്റ്റിൽ മോഡലിനും എലോക്കേഷനും അറ്റ്ലസ് മേക്കിങ്ങിനൊക്കെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരൊക്കെ സബ് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ എത്തി നല്ല നിലവാരം പുലർത്തി. എന്നാൽ എൻ്റെ ഇപ്പോൾ ഇവിടെയുള്ള ഷാവുൽ അമീദ്, സീന ജാസ്മിൻ തുടങ്ങിയ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ സ്കൂളിലെ വെൽ ആൻഡ് ഗുഡ് വിദ്യാർത്ഥികളൊന്നും ഞങ്ങൾ ഒരിക്കലും എപ്പോഴും പറയാറില്ല. പക്ഷേ ഞങ്ങളുടെ സ്കൂളിലെ വേണ്ടപ്പെട്ട വിദ്യാർത്ഥികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ കൂടിയായിട്ടുള്ള ഈ വിദ്യാർത്ഥികളെയും വെച്ച് ഞങ്ങൾ ആരംഭിച്ച ഒരു പ്രോജക്റ്റ് ഇന്ന് സംസ്ഥാന തലത്തിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ ഫസ്റ്റ് പ്രതീക്ഷിക്കുകയാണ് റിസൾട്ട് വരാൻ പോകുന്നു. പക്ഷേ എ ഗ്രേഡ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ആ ഒരു നിലയിൽ നിൽക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾ അവരുടെ ഈ ഒരു 1.5 മാസത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക എന്നതാണ് ഈ ഒരു ഡിസ്കഷൻ്റെ ഉദ്ദേശം. സോ ഫസ്റ്റ് ഓഫ് ആൾ വെൽക്കം ഷാവുൽ അമീദ് ആൻഡ് സീന ജാസ്മിൻ. സോ ഷാവുലിനെ ഈ ഒരു നമ്മുടെ ശാസ്ത്രമേളയുടെ തുടക്കം മുതൽ ഇന്ന് ഇപ്പം നമ്മളിവിടെ കൊച്ചിയിലെത്തിയിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവോ? സാധാരണ പല സ്കൂളിലും വെച്ചിട്ട് ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പല 10ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് ഈ ശാസ്ത്രമേളയ്ക്ക് പോയി വരുന്ന വിദ്യാർത്ഥികളെയാണ് സ്വാഭാവികമായിട്ട് ആൾക്കാർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ സ്വന്തം താല്പര്യപ്പെട്ടാണ് സാറ് പഠിച്ചാൽ നമുക്ക് ഇന്ന കൺസെപ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്ത് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പരിപാടി നടക്കുന്നു, സാർ ക്ലാസ് എടുക്കുന്ന ഇടയിൽ ഇങ്ങനെ ഇടയ്ക്ക് പറയും. സമയത്ത് എന്താണെന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ സാർ ഒരു ദിവസം വന്ന് ചോദിക്കൂ ഇത് ചെയ്യല്ലേ എന്ന് വെച്ചപ്പോൾ ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു മാസം കൊണ്ട് സബ് ജില്ല കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സാർ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്കൊരു ദേഷ്യം ഉണ്ടാവും. പിന്നെ ഇതെനിക്ക് മനസ്സിലാക്കാൻ എന്താ, ജില്ലയിൽ ഞങ്ങളുടെ ഒരു ചെറിയ പ്രശ്നം വരും, ഫ്ലോപ്പായിപ്പോയി. ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു പരിപാടി ഫ്ലോപ്പായിപ്പോയി. ചെന്നൊരു സാധനം വർക്ക് ചെയ്യാതെ. ആ സമയത്ത് സാർ ഭയങ്കര ചൂടായി എന്നല്ലാതെ ഞങ്ങളോടൊന്നും പറഞ്ഞത്. അതായത് നോർമലായിട്ട് സാധാരണ ചിരിച്ച് സംസാരിക്കുന്ന സാർ പെട്ടെന്ന് ചൂടായി ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഫീൽ ആയിപ്പോയി. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താക്കി, അപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യം, ജില്ലയിൽ എങ്ങനെയും കിട്ടി എനിക്ക് സ്റ്റേറ്റിലെത്തണമെന്ന്. പക്ഷേ ആ ഒരു ഒറ്റ തീരുമാനം കൊണ്ട്, ഒരു 5 മിനിറ്റിനെടുത്ത തീരുമാനം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സ്റ്റേറ്റിൽ ഇവിടെ എറണാകുളത്ത് ഇവിടെ കൊച്ചി നിൽക്കാനുള്ളൊരു കാരണം. അന്നത്തെ ഒരൊറ്റ വാശിൻ്റെ കാര്യത്തിനാണ്. അപ്പം അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പൊക്കി പറഞ്ഞാൽ മാത്രം കിട്ടുന്നതല്ല, ഇടയ്ക്കും താത്തിയാലും ആൾ ചിലപ്പോൾ ചവിട്ടി എണീക്കും എന്നുള്ളത് എനിക്ക് അപ്പം മനസ്സിലായി. സംഭവം സാറോട് ദേഷ്യം ഉണ്ടെങ്കിലും ബട്ട് ഇപ്പം അതൊന്നുമില്ല. സംഭവം ആ ഒരു പറയുന്ന ഒരു സമയത്തുള്ളൊരു ദേഷ്യം തന്നെ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ഈ ഒരു മാസം എഫേർട്ട് എടുത്തതിനുള്ള ഉപകാരം എന്താ വെച്ചാൽ, ഈ 1.5 മാസം കൊണ്ട് നമ്മൾ എടുത്ത ഈ എഫേർട്ട് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം റിസൾട്ട് വന്നില്ല, വെയിറ്റിംഗ് ആണ്. സാർ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് ആവട്ടെ. ഓക്കെ, ഷാവുൽ സത്യസന്ധമായി ജെന്യുവൻ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വേർഡുകളാണ് സാധാരണ കേൾക്കാറുള്ളത്. ഇത് ഞങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിക്കാറുണ്ട്. എങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് പുതിയൊരു ഭാവിയിലേക്ക് ഷാവുലിന് എത്താൻ കഴിയും ഞങ്ങൾക്ക് സ്കൂളിലും ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള സീന ജാസ്മിൻ ഇതുപോലെ തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സീനയും നിങ്ങളോട് സംസാരിക്കും. ഓക്കെ. ഇവിടം വരെ എത്തിയത് ഫസ്റ്റ് സബ് ജില്ലയിൽ പോയപ്പോൾ തന്നെ ജില്ലയ്ക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജില്ല വരെ എത്തി. അവിടുന്ന് ഇവൻ പറഞ്ഞ മാതിരി ഞങ്ങളെ ഒരു കാര്യം ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ അവിടുന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ സാർ എപ്പോഴും കുഴപ്പമില്ല. സാറ് ചൂടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യമൊന്നും വരാറില്ല. സാറ് ചൂടായാലും ഒരു നല്ല രീതിയിൽ തന്നെ പറയാം, ആർക്കും അങ്ങനെ ദേഷ്യമൊന്നും തോന്നില്ല. സോ അവിടുന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു സ്റ്റേറ്റിലേക്ക് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് എത്തി, ഞങ്ങൾ പെർഫോം ചെയ്തു. ഇനി റിസൾട്ട് വരാൻ കാത്തു നിൽക്കുകയാണ്. അപ്പം ഇനി ഞങ്ങൾക്ക് റിസൾട്ട് അറിഞ്ഞിട്ടിനി ബാക്കിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. എന്തായാലും ഇവിടം വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അപ്പം ഇനി ആ എഫേർട്ടിൻ്റെ ഒക്കെ ഇത് റിസൾട്ടിൽ കണ്ടാൽ മതി.
ഇതോടൊപ്പം നമ്മുടെ സ്കൂള് ഫാത്തിമ ബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഒരു പ്രോജക്റ്റിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു സപ്പോർട്ട് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്ത്, സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന്, സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ സംഭവങ്ങൾ. സംഭവം പറയുന്നത് ഭയങ്കര കോമഡി ആയിട്ട്. കാരണം എന്താ വെച്ചാൽ, ഒരു വിലയില്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു വില കിട്ടുക എന്ന് പറയുമല്ലോ, അതാണ് എൻ്റെ അവസ്ഥ ഇപ്പം. കാരണം സ്കൂളിൽ സാർമാരൊക്കെ ഒരുപാട് സസ്പെൻഷനും കിട്ടി ഭയങ്കര ഇതൊക്കെ ആയിട്ട് ചെന്നത് ഇന്നെ പെട്ടെന്ന് എൻ്റെ സ്വന്തം ക്ലാസ്സിലെ ശ്രീനാ മിസ്, ഞാൻ 10 വട്ടം ഫോൺ വിളിച്ചാലും മിസ് എടുക്കില്ല. പക്ഷേ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നിട്ട് ഞാൻ മിസ്സിനെ വിളിച്ച സമയത്ത് ഓൺ ദി സ്പോട്ട് ഒറ്റ റിങ്ങിലാണ് മിസ്സിൻ്റെ കോൾ എടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് നമ്മളൊരു റേഞ്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സാധാരണ സ്കൂളിൽ നിന്ന് വരുന്നവരൊക്കെ അവർക്ക് താമസിക്കാൻ സ്റ്റേ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വന്ന പെർഫോമൻസ് നടക്കുന്ന സ്കൂൾ എവിടെയാണ് അവിടെ സ്റ്റേ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ സ്കൂൾ എടുത്തതെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഹോട്ടലാണ് നമ്മൾ റൂം എടുത്തത്. ഇതെൻ്റെ വലിയ കാര്യമായിട്ടാണ്. നമ്മളെ പ്രിൻസിപ്പൽ സാർ നാസർ സാർ തന്നെ അതിനുണ്ട് ഒരുപാട് കൈയെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റേറ്റിലേക്ക് പോകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, കാരണം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വർഷം ഈ കോവിഡിന് ശേഷം ഇരുന്ന് ആദ്യമായിട്ട് ഞങ്ങളായിരിക്കും. പക്ഷേ അതുകൊണ്ടാണോ അറിയില്ല, പക്ഷേ ഈ താത്തി കെട്ടലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇടയ്ക്ക് പൊങ്ങി വീഴാന്നറിയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കണേ. കാരണം എന്താ വെച്ചാൽ അത്രക്കും ഒരു എനർജി ആയിട്ട് അവിടെ നിൽക്കണേ. കാരണം ഇത്ര ഒരു ഇതുണ്ട്, പവറുണ്ട് ഇപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. കാരണം ആദ്യം തന്നെ താങ്ക്സും ഇതൊക്കെ പറയേണ്ടത് നാസർ സാറാണ്. പിന്നെ നമ്മൾ പറയണം നമ്മളെ പ്രിൻസിപ്പൽ സാറാണ്. കാരണം എന്താ വെച്ചാൽ സാറ് ബേക്കിൽ നിന്ന് നമ്മളോട് ചൂടാവുന്നില്ലെങ്കിലും പക്ഷേ ഫ്രണ്ടിൽ മുപ്പര നമുക്ക് വേണ്ടി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം സാറുടെ ആദ്യം തന്നെ നന്ദി വരികയാണ്. പിന്നെ യാത്രയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യാത്രയൊന്നുമല്ലല്ലോ, നാളെ പോവുകയാണ്. അപ്പോൾ പോയി അടിപൊളിയാക്കുന്ന പറയല്ലാതെ ഇതൊരു അസംബ്ലി വിളിച്ചു കൂട്ടി സബ് ജില്ല ഉള്ള പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ PTA ഭാഗം ഒരു പെർഫോമൻസ് തന്ന്. പിന്നെ ഇതിന് എഫേർട്ട് എടുത്ത് ഒരുപാട് സ്റ്റാഫ് അംഗങ്ങളുണ്ട് കേട്ടോ. സുബിൻ സാർ ആയാലും ഷംസാർ ആയാലും ഒരുപാട് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി പറയേണ്ട കുറേ ടീച്ചേഴ്സ് ഉണ്ട് ഈ സമയം. ശ്രീനാ മിസ് ആയാലും റസീന മിസ് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കാറിലാണ് വന്നിരുന്നത്. പക്ഷേ ഉറക്കം കളഞ്ഞ് സ്വന്തം മകന് വെയ്യാതെ കിടന്നിട്ടാണ് മിസ് നമ്മളെ കൂടെ അങ്ങോട്ട് വന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കാരണം എന്താ വെച്ചാൽ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തരും ഇതിന് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ കണ്ട് ഇതാക്കണം. ഭയങ്കര ഒരു താങ്ക്സ് വരുന്നുണ്ട് എല്ലാവരോടും. ഓക്കെ, എനിവേ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. ഫാത്തിമ ബി എന്ന് പറയുന്നത് ഒരു ലൈഫാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അവിടെ പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഞങ്ങളുടെ ടീം ഓഫ് എഫേർട്ട്, അത് A to Z സ്റ്റാഫ് മെമ്പേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഒരുമിച്ചാണ്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഹൈസ്കൂളിലെയും UP-യിലെയൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു മാതൃകയാക്കുന്നത് ഞങ്ങളുടെ മർക്കസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇനീഷ്യേഷൻ കൂടിയാണ്. അതിന് ഞങ്ങളെ എല്ലാവരെയും പിന്നിൽ നിന്ന് നയിക്കുന്ന ഞങ്ങളുടെ ആത്മീയ ഗുരു എല്ലാവരെയും ഞങ്ങൾ പിന്നെ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.